ഹായ് ഫ്രണ്ട്സ്, റാംബണ്ടേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോണ കാര്യങ്ങളാണ് പറഞ്ഞത്, ചോറ്, ഫിഷ് എന്നൊക്കെ. അപ്പം നമ്മൾ ഇന്നൊരു സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് നാട്ടിൽ വെച്ചാട്ടോ. ചിലപ്പം UAE തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോഴത്തേക്കും മുറുക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കണേ കേട്ടോ. ഇത് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ബേക്കറിയിൽ പോയിട്ട് സ്നാക്സ് ഒക്കെ മേടിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ടാകും. അപ്പോൾ വീട്ടിൽ നമ്മൾക്ക് എളുപ്പത്തിലുണ്ടാക്കാം, സിമ്പിളായിട്ടുള്ള രീതിയിൽ. എല്ലാ വീഡിയോയിലും ഞാൻ പറയും സിമ്പിളാണെന്ന്, പക്ഷേ ഇത് എളുപ്പമാട്ടോ. ഞാനും വിചാരിച്ചു ഭയങ്കര പാടായിരിക്കും മുറുക്കൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെയല്ല, അതിൻ്റെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ, അതിൻ്റെ അകത്ത് അച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ഈ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗുഗു, വീഡിയോയിലോട്ട് പോവാന്ന് പറ. മുറുക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഇതുപോലെ. ഇനി ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്ക് ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നെല്ലാം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബേസിൻ എടുത്തിട്ട് അതിനകത്തോട്ട് 2 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗരം മസാല നമ്മളിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാട്ടോ. ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യമേ ശ്രദ്ധിക്കാട്ടോ, വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. അപ്പം നമ്മൾ ആദ്യം ആഡ് ചെയ്തിരിക്കുന്ന മസാലകളെല്ലാം എല്ലാ പൊടിയിലോട്ടും ഒരുപോലെ മിക്സ് ആയി കിട്ടും, എങ്ങും കട്ട പിടിച്ച് കിടക്കില്ല. ഇതിപ്പോൾ ഞാൻ കുറേ നേരം എടുത്ത് ഇങ്ങനെ കുഴച്ച് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കൂലേ, അതുപോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് തേപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് അച്ച് റെഡിയാക്കാം. എപ്പോഴും നമ്മൾ സ്റ്റാർ ഷേപ്പിലുള്ളതാട്ടോ മുറുക്കിന് വേണ്ടി എടുക്കുന്നത്. ഈ അച്ചിൻ്റെ അകത്ത് നന്നായിട്ട് നമ്മൾ എണ്ണ വെച്ച് ഗ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാവ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടയ്ക്കുക. താഴെ നമുക്ക് കണ്ടോ സ്റ്റാർ ഷേപ്പിൽ നമ്മുടെ അച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വാഴയില എടുത്തിട്ട് അതിനകത്ത് ഓയിൽ ഗ്ലേസ് ചെയ്ത് കൊടുക്കാം. വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പർ ആണെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് പതുക്കെ നമ്മുടെ അച്ച് ചുറ്റിച്ച് ഇതുപോലെ മുറുക്കിൻ്റെ ഷേപ്പിലുണ്ടാക്കാം. ആദ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഷേപ്പ് കറക്റ്റ് ആയില്ല എന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട. ഞാനും കുറച്ച് 2-3 മുറുക്കുണ്ടാക്കിയതിന് ശേഷം കേട്ടോ അതുപോലെ റൗണ്ട് ഷേപ്പൊക്കെ ആയി വന്നത്. എൻ്റെ ഒരു മുറുക്കിനുള്ള മാവ് ഇവിടെ ഷേപ്പൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കൈപ്പത്തിയിലോട്ട് ഇങ്ങനെ കമത്തിയിട്ടിട്ട് നേരെ തിളച്ച എണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് മുറുക്ക് വറുത്തെടുക്കാം. ഇതെന്താ കുഞ്ഞിനുണ്ടാക്കണേ? മുട്ടേ പൊട്ടിപ്പോയോ കുഞ്ഞിനെ? നോക്കിക്കേ, എന്നാ പറ്റിയേ? അപ്പോൾ നമ്മുടെ എണ്ണയിൽ കിടന്ന് മുറുക്കെല്ലാം റെഡിയായി വരുന്നുണ്ട്. പതുക്കെ 2 സൈഡിലോട്ട് നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 വശവും വെന്ത് കഴിഞ്ഞ് ഇപ്പോൾ ആ കളറൊക്കെ വന്നു. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മുറുക്കുകളും നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം.
ഇനി മുറുക്ക് ഇതുപോലെ ഷേപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. എൻ്റെയും അധികം ഷേപ്പൊന്നും ആയില്ല, കണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇതേ വെറുതെ ഇത് നമ്മൾ എണ്ണയിലോട്ട് എടുത്തിട്ടാലും മതി. ഇങ്ങനെ പല പല വെറുതെ ഒന്നുമില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ ചുറ്റിച്ചാലും മതി. ഇങ്ങനെ പതുക്കെ കൈ അനക്കി കൊടുത്ത് ചുറ്റിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും ഒക്കെ ഉള്ള പല ഷേപ്പിലുള്ള മുറുക്ക് റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ പാമ്പിൻ്റെ ഷേപ്പിലുള്ള മുറുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അത്. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Bell icon on the YouTube app and never miss another update.